തൃശൂരിൽ ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം പഞ്ചായത്തിലെ ലൈറ്റ് ഹൗസ് എന്നിവിടങ്ങളിലും വേലിയേറ്റമുണ്ട്. ശക്തമായ തിരയിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറിയിട്ടുണ്ട്. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങിയിട്ടുണ്ട്. കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജെയ്സൺ ചാമളപ്പിൽ ചേരുന്നു. ജെയ്സൺ, വേലിയേറ്റം അവസാനിച്ചോ? ഇപ്പോൾ എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വേലിയേറ്റം ഇപ്പോൾ ശാന്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയും പുലർച്ചെയും ഉണ്ടായ വേലിയേറ്റത്തിൻ്റെ ആ പ്രതിഫലനങ്ങൾ ഇപ്പോഴും ഈ സമീപ പ്രദേശങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലിയ തോതിൽ വേലിയേറ്റം ഉണ്ടായി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശക്തമായൊരു വേലിയേറ്റം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ശക്തമായൊരു വേലിയേറ്റമാണ് പുലർച്ചെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ അടിച്ച് കരകയറുന്ന സ്ഥിതി ഉണ്ടായ ആ പശ്ചാത്തലത്തിൽ ഇതെല്ലാം സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. ഇനി പെട്ടെന്നൊരു വേലിയേറ്റത്തിലുള്ള സാധ്യതകളില്ലെങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അരുൺകുമാർ. ഓക്കെ, പലയിടങ്ങളിലും വേലിയേറ്റമുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ബീച്ചുകളിലേക്ക് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വേലിയേറ്റ സമയത്ത് വാഹനമൊക്കെ അവിടെ കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് വാഹനമൊന്നും അവിടെ കാണത്തില്ല, അതിൽ വെള്ളം കയറി കിടപ്പുണ്ടാവും.